വളാഞ്ചേരി നഗരസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ ചെയർമാൻ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പ്രതിപക്ഷ വനിതാ കൗൺസിലർമാരെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലാണ് ചെയർമാൻ വാർത്താ സമ്മേളനങ്ങളിലും ഭരണസമിതി യോഗങ്ങളിലും പെരുമാറുന്നത് എന്നാണ് വനിതാ കൗൺസിലർ ആരോപിക്കുന്നത്. ആ ദിവസം അവിടെ ഉണ്ടായിരുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ എത്രത്തോളം ആളുകളാണ് ആ ഊഞ്ഞാലിൽ ഇരുന്ന് ആടിയത് എന്നത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ചെയർമാന്റെ ഭാര്യയും എൻ്റെ കൂടെ ഊഞ്ഞാലാടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരണപക്ഷ കൗൺസിലർമാരും അതല്ലാത്ത അന്ന് വന്ന ആളുകളിൽ ഒട്ടുമിക്ക ആളുകളും ആ ഊഞ്ഞാലിൽ ആടിയിട്ടുണ്ട്. മാത്രമല്ല, അവിടെ ഒരു നിർദ്ദേശ ബോർഡുകളൊന്നും വെച്ചിട്ടില്ല. കുട്ടികളാണോ ഉപയോഗിക്കേണ്ടത്, വലിയവരാണോ ഉപയോഗിക്കേണ്ടത് എന്ന നിർദ്ദേശ ബോർഡുകളൊന്നുമില്ല. അപ്പൊ അന്ന് ആ പാർക്കിൽ നിന്ന് പോന്ന എന്നെയാണ് ഇപ്പോൾ അത് ഊഞ്ഞാലിലാടി എന്ന് പറഞ്ഞുകൊണ്ട് ചെയർമാൻ വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്തിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ അതിന് പകരമായിട്ട് ഈ വീഡിയോ ചെയർമാന്റെ ഭാര്യ എൻ്റെ കൂടെ ഊഞ്ഞാലാടുന്നത് അല്ലെങ്കിൽ മറ്റു കൗൺസിലർമാർ ഊഞ്ഞാലാടുന്ന വീഡിയോ എനിക്കിടാം. പക്ഷേ ഞാനും ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ എന്ന ഒരു മാന്യത പോലും കൽപ്പിക്കാതെ അദ്ദേഹത്തെ പോലെയുള്ള ഒരു സംസ്കാരം എനിക്ക് യോജിച്ചതല്ല എന്നതുകൊണ്ടാണ് അവരുടെ വീഡിയോ ഞാൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കാതിരുന്നത്. അഴിമതികൾ അന്വേഷിക്കണം എന്ന് പരാതികൾ നൽകിയതിന്റെ വൈരാഗ്യം തീർക്കുകയാണ് നഗരസഭാ ചെയർമാൻ എന്നാണ് കൗൺസിലർമാരുടെ ആരോപണം. ഒരു സ്ത്രീ എന്നുള്ള ആ ഒരു മാന്യത പോലും ചെയർമാൻ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു കൗൺസിലറെ അധിക്ഷേപിക്കുക മാത്രമല്ല, ഒരു സ്ത്രീ ആയിട്ടുള്ള കൗൺസിലറാണല്ലോ, അതും കൂടി ചെയർമാൻ കാണിച്ചിട്ടില്ല. ഒരു മര്യാദ പോലും കാണിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാക്കൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടി പി അച്യുതൻ, സാജിദ ടീച്ചർ, നൌഷാദ് അച്ചു, ഫൈസൽ തങ്ങൾ, വീരാൻകുട്ടി പറശ്ശേരി, അബ്ബാസ് തുടങ്ങിയവർ വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.